അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ ഇബാദത്ത് ഉളഹിയ്യ, അതിനുള്ള സമയം അടുത്തടുത്ത് വരികയാണ്. ഉളഹിയ്യത്തിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കുവാനുമുണ്ട്. വെറും ഒരു മൃഗത്തെ വാങ്ങിച്ച് അറുക്കലല്ല, മറിച്ച് അറുക്കണം എന്നാണോ ആഗ്രഹിച്ചത് അത് മുതൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവ പ്രവർത്തനങ്ങളും ചർച്ചകളും സംസാരങ്ങളും ആലോചനകളും ഹസനാത്തുകളായി മാറുകയാണ്. പാപങ്ങൾ പൊറുക്കാൻ വലിയൊരു കാരണവുമാണ്. ദാവൂദ് നബി ചോദിച്ചു ഉളഹിയ്യത്തിന് ഫലം എന്തിലാഹി മുസ്തഫ ഉമ്മത്തിന്. ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, ഉളഹിയ്യത്ത് അറുക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് ഉമ്മത്തിന് കിട്ടുന്നത്? അപ്പോൾ ഒരു ചോദ്യം പ്രസക്തമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു അറവാണല്ലോ ഉളഹിയ്യത്തിന് നിദാനം എന്ന് ചോദിക്കുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ മറുപടി പിന്നാലെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അതല്ല ഇവിടെ വിഷയം. ദാവൂദ് നബി അലൈഹിസ്സലാം ചോദിച്ചതിന് മറുപടി, മൃഗത്തിൻ്റെ ഓരോ രോമത്തിനും ഹസനത്ത് 10 അത്രയും മാപ്പമുണ്ട് ഖതീഅത്ത്. മൃഗത്തിൻ്റെ ഓരോ രോമത്തിനും 10 ഹസനത്ത്. അറുക്കപ്പെടുന്ന മൃഗത്തിൻ്റെ ഓരോ രോമത്തിനും 10 ഹസനത്ത്, അത്രയും മാപ്പുമുണ്ട് ഖതീഅത്ത്. തെറ്റുകൾ ഓരോ രോമത്തിനും 10 ഖതീഅത്ത് പാപങ്ങൾ പൊറുക്കുകയാണ്. ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരളിൻ്റെ കഷണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറയുന്നു, യാ ഫാത്തിമ ഖൂമി ഇലാ ഉളഹിയതിക്, നീ ഉളഹിയത്ത് അറുക്കാൻ വേണ്ടി തയ്യാറാവുക. ഫശ്ഹദീഹ, ആ ഉളഹിയത്ത് അറുക്കുന്ന സ്ഥലത്ത് നീ ഹാജരാവണം. ഫഇന്ന ലകി ബികുല്ലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദബിഹാ, ആ മൃഗത്തിൻ്റെ അറുക്കപ്പെടുന്ന മൃഗത്തിൻ്റെ ഓരോ തുള്ളിയും വീഴുന്നത് കൊണ്ട് അയ്യഗ്ഫിറ ലക മാ സലഫ മിൻ ദുനൂബികി, നിന്റെ പാപങ്ങൾ, കഴിഞ്ഞുപോയ പാപങ്ങൾ അത് പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. ഖാലത്ത് യാ റസൂലല്ലാഹ്, ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദി പറയുകയാണ്, അലനാ ഖാസ്സ, ഞങ്ങൾക്ക് മാത്രമാണോ അഹ്ലുൽ ബൈത്തിന് വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞ കാര്യം? ഔ ലനാ വലിൽ മുസ്ലിമീൻ, അതല്ല ഞങ്ങൾക്കും ലോക മുസ്ലിമീങ്ങൾക്കും ഉള്ളതാണോ? ഖാല ബൽ ലനാ വലിൽ മുസ്ലിമീൻ, നമുക്കും ലോക മുസ്ലിമീങ്ങൾക്കുമുള്ള നിയമമാണ് ഈ പറഞ്ഞത്. പാപങ്ങൾ പൊറുക്കാനുള്ള വലിയ കാര്യമാണ്. തീർന്നില്ല, കൂടാതെ ദറജയും 10 ഉയർത്തുന്നതാ, സ്വർഗത്തിലേക്ക് മതിയ്യത്തായി തീരുന്നതാ. 10 ദറജ കൂടുകയാണ്. ഇന്നലെ പറഞ്ഞല്ലോ, ഉളഹിയ്യത്തിന്റെ മൃഗം സ്വർഗത്തിലേക്കുള്ള മതിയ്യത്താണ്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനമാണ് എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു. എന്നായിരുന്നു സഹോദരാ ദാവൂദ് നബിയോട് നൽകിയതും ജവാബ് വദൂദ് എന്നാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് വദൂദാവുന്ന അള്ളാഹു ജവാബ് നൽകിയത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. 140 4 ചേർത്ത സഫഹത്ത് നോക്കാം. നുസ്ഹത്ത് 1 വാർത്ത. നുസ്ഹത്ത് എന്ന് പറയുന്ന കിതാബിൽ 144 പേജിൽ നമുക്കിത് കാണാവുന്നതാണ്. അസ്ഹാബികൾ ചോദിച്ചു, എന്താണ് ഉളഹിയ്യ? ഖലീലു ഇബ്രാഹീമിനുള്ളൊരു ചര്യയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ചോദിച്ചു, അല്ല, ഇതെന്താണ് ഇങ്ങനെ ഉളഹിയ്യത്ത് അറുക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖലീലു ഇബ്രാഹീമിനുള്ളൊരു ചര്യയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തെ കാണിച്ചു തന്ന മാതൃകയാണത്. ഇബ്രാഹിം ഹനീഫ, പ്രസിദ്ധമായ ഖുർആൻ നമുക്ക് കാണാമല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയെ പിൻപറ്റണം. അതിൽപ്പെട്ട ഒന്നാണ് ചെയ്യുന്ന അമലിൽ നിന്നു ഈദുൽ അക്ബറിൽ
റബ്ബിന്റെ ഹബ്ബാണെന്നുമുണ്ട് ഹദീസതിൽ. ഈദുൽ അക്ബർ ആകുന്ന വലിയ പെരുന്നാൾ, ആ വലിയ പെരുന്നാൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും അള്ളാഹുവിന് അഹബ്ബാണ് ഈ ഉളഹിയത്ത് അറവ് എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വേണ്ടുന്ന കാര്യം വേണ്ട സമയം നിത്യവും നടത്തുന്നതിന് താ റബ്ബി നിന്റെ സഹായവും. ഗുണം ചെയ്യണേ നീ നിന്റെ നബിയിലും ആലിലും മൃഗമുള്ള കാലത്തൊക്കെയും സുഹാബിലും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, സ്വർഗത്തിലേക്കുള്ള വാഹനം, നമ്മുടെ ദർജ കൂടാൻ, 10 ഹസനത്ത് കൂടാൻ, ഓരോ രോമത്തിനും. അപ്പോൾ ഒരാടിനെ അർത്താൽ എത്ര രോമമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര ഹസനത്ത് കിട്ടും, എത്ര പാപങ്ങൾ പൊറുക്കും. അപ്പോൾ നിസ്സാരമായ ചെറിയൊരു വിഷയമല്ല ഇത്. നമ്മുടെ എല്ലാവിധ ദുന്യവിയും ഉഖ്റവിയുമായ പുരോഗതിക്കും സലാമത്തിനും ഉളഹിയത്ത് കാരണമാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.